ഗുഡ് മോർണിംഗ്. രാവിലത്തെ കുറച്ച് പണിതിരക്കിലാണ് കേട്ടോ. കടല ഇതാ കുക്കറിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിതാ ഗോതമ്പ് പുട്ടും കടലയാണ്. അതിനുള്ള മാവ് ഇതാ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിവൈൻ അപ്പുറത്ത് പിള്ളേർക്ക് കൊടുത്തയക്കാൻ നൂലപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ കടലക്കറി കാച്ചാനുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് കടലക്കറി റെഡി. ഇനി നമുക്ക് വേഗം ലഞ്ചിനുള്ള കാര്യങ്ങളും കയ്യോടെ ഉണ്ടാക്കി വെച്ചിട്ട് വേഗം പണി അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇന്ന് കുറച്ച് ബിസി ഡേ ആണ്. ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഷോപ്പിംഗ് പരിപാടികളുണ്ട്. അപ്പോൾ ഇതാ പിള്ളേരെ കുളിപ്പിച്ച് റെഡിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് അവരിതാ യാത്രയാക്കി. അവർ പോയി കഴിഞ്ഞാൽ തന്നെ പകുതി ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഡോൺ ചേട്ടനാണ് ഇന്ന് കൊണ്ടാക്കുന്നത്. അങ്ങനെ അവർ പോയതിന് ശേഷം ഞാൻ വേഗം ഭക്ഷണം കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുട്ടും കടലയൊക്കെ കുഴച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ മമ്മിയും കഴിച്ചു, ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞു. പിന്നാലെ ഞാൻ വേഗം പോയിട്ട് ഇന്ന് ഞാനാണ് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് മമ്മി പറയുന്നുണ്ടായിരുന്നു ഇരുമ്പുള്ളി ഇട്ട മുട്ടക്കറി കഴിക്കണം എന്നുള്ളത്. എന്നാൽ ശരി, നമ്മുടെ മുമ്പിൽ തന്നെ ഇരുമ്പുള്ളി ഉണ്ട്, അത് പറിച്ചതാ പാലൊഴിച്ച് ഇരുമ്പുള്ളി മുട്ടക്കറിയാണ് ഇന്ന്. ഇത് തൃശ്ശൂർക്കാരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ്. ബാക്കി നാട്ടുകാർക്ക് ഇത് അറിയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്ത് തന്നെ ആയാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. മുട്ട പൊരിച്ച് ഇതിൽ സോക്ക് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ആ മുട്ട എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. പിന്നെ ഞാൻ പടവലങ്ങയും പരിപ്പും സൈഡിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. മീൻകറി കൂട്ടാത്തതിൻ്റെ വിഷമം തീർക്കേണ്ട വഴുതനങ്ങയും വറുക്കാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ചോറും റെഡി. അങ്ങനെ എന്താ രാവിലത്തെ ഒരു തിക്കും തിരക്കും കഴിഞ്ഞു കേട്ടോ. പിള്ളേരെ വിട്ടു, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കയ്യോടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സമയം ഞാനിങ്ങനെ വെച്ചാൽ ജസ്റ്റ് രാവിലെ എനിക്ക് എണീക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഒരു ഹറിബറിയാണ്. വേഗം ബ്രഷ് ചെയ്തിട്ട് അങ്ങനെ കയറിപ്പോയതാണ് കിച്ചണിലേക്ക്. പിന്നെ ഈ പരിസരത്തേക്കേ വന്നിട്ടുണ്ടായിരുന്നില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇനി ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ നമുക്ക് എപ്പോഴും സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പം ഞാൻ ഇച്ചിരി മടിച്ചാണ് കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചധികം നാൾ ഒരു റുട്ടീൻ ഫോളോ ചെയ്യാൻ. പക്ഷെ ഇപ്പം ഞാൻ ഒരു റുട്ടീൻ കുറച്ച് നാളായിട്ട് വീണ്ടും ഫോളോ ചെയ്തിട്ടുണ്ട്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് കഴിഞ്ഞ ദിവസത്തെ 1-2 വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കിന്ന് ബെറ്റർ ആയിട്ടുണ്ട് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വളരെ മിനിമൽ സിമ്പിളായിട്ടുള്ളത്, കാരണം നമുക്ക് കുറേ സംഭവങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ഹോം റെമഡീസൊക്കെ ആകുമ്പോഴാണ് അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവാം, ചെയ്യാൻ മടി തോന്നുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു 5 മിനിറ്റ് ഒരു മിനിമം ഒരു സമയം സ്കിൻ കെയറിന് കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ 1-2 കാര്യങ്ങൾ ഇപ്പോൾ രാവിലെയും രാത്രിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഫുൾ ഡേ എൻ്റെ കൂടെ നിങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രഷ് ആവാൻ വന്നതാണ്. അപ്പോൾ മുഖമൊക്കെ കഴുകി എൻ്റെ പുതിയ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് 5 മിനിറ്റ് പോലും എടുക്കില്ല. അപ്പോൾ ഇതാ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും സിമ്പിൾ മിനിമൽ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ് കേട്ടോ. അത് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡും പ്രോഡക്റ്റും ആയിരിക്കും. നമ്മുടെ ന്യൂട്രിഡേമിൻ്റെ അൾട്ടിമേറ്റ് ഹൈഡ്രേറ്റിംഗ് ക്രീമാണ് ഇപ്പോൾ പുതിയ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ട് ഇവർ കൊണ്ടുവന്നേക്കാണ്. അതായത് ന്യൂട്രിഡേമിൻ്റെ OG മോയ്സ്ചറൈസിങ് ലോഷൻ്റെ അപ്ഗ്രേഡഡ് വേർഷനാണ് ഈ ക്രീം. ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് വൈറ്റമിൻ ഇയും റൈസ് പൗഡറും ആണ്. ഇത് നമുക്ക് അറിയാലോ, നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കുകയും എക്സ്ഫോളിയേറ്റ് ആക്കാനും ഒക്കെ ഭയങ്കര നല്ലതാണ്. മാത്രമല്ല ഇതിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. അത് നമ്മുടെ സ്കിന്നിനെ വളരെ നന്നായിട്ട് എല്ലാ ബാരിയേഴ്സിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയാണ് ന്യൂ വേർഷൻ അൾട്ടിമേറ്റ് ഹൈഡ്രേറ്റിംഗ് ക്രീം വരുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ സ്റ്റിക്കി ആണ്. നമ്മുടെ സ്കിന്നിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ചെയ്ത് നമുക്ക് ഫുൾ ടൈം ഒരു ഹൈഡ്രേറ്റിംഗ് ഫീല് തരും കേട്ടോ. മാത്രമല്ല ഒരു ഹെൽത്തി ഗ്ലോ നമുക്ക് സ്കിന്നിൽ ഫീൽ ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇതാണ് എൻ്റെ വളരെ മിനിമലായിട്ടുള്ള ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ അല്ലേ. നമുക്ക് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഫ്രഷ് ആയ പോലെ ഒരു ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഉണ്ടോ, ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഹെൽത്തി ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ടോ? ചെറിയൊരു ഗ്ലോ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സൺ എക്സ്പോഷറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇപ്പോഴത്തെ
കുറച്ച് നാളുകളായിട്ടുള്ള മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. ഇനിയിപ്പോൾ എനിക്ക് പുറത്തേക്കൊന്ന് പോകണം, കാരണം കുറച്ചധികം പരിപാടികൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരണം, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട്. നമുക്ക് നല്ലൊരു ഫംഗ്ഷൻ ഇനി വളരെ അടുത്ത്, അതെന്താ ഏതാന്നൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങും കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. പിന്നെ പാച്ചുവിന് ഹാപ്പി ഹിപ്പോയിൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്, അങ്ങോട്ട് പോകണം. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ലൊരു ബിസി ഡേ ആണ്. അപ്പോൾ ഞാനിത് പോവാണ്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ അങ്ങനെ എന്താ പറയുക, ഒരു ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെ ഒന്നും പോവാണ്ട് ജസ്റ്റ് നാച്ചുറലായിട്ട് ലുക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോകാനാണ് ശ്രമിക്കാറ്. എപ്പോഴും മേക്കപ്പ് യൂസ് ചെയ്യേണ്ട എന്നുള്ളൊരു പ്ലാനിൽ എപ്പോഴും ഇങ്ങനെ മോയ്സ്ചറൈസറും ജസ്റ്റ് ഒരു ലിപ് ബാം ഇടും, അത്രയേ ഉള്ളൂ. പിന്നെ ഡ്രസ്സ് ചെയ്ത് വേഗം പോവുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ന്യൂട്രിഡേമിൻ്റെ ഇത് പുതിയ വേർഷനാണ് കേട്ടോ, മുമ്പത്തെ അല്ല, പുതിയ വെർഷനാണ്. ഒന്നും കൂടി അടിപൊളിയായിട്ടാണ് ഇവർ എല്ലാതും. എനിക്ക് പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ക്യാമറയിൽ എത്രത്തോളം അത് എനിക്കറിയില്ല, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നല്ല. എന്തായാലും ഞാൻ ഭയങ്കര പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസും ലിങ്ക്സും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ന്യൂട്രിഡേം ഇന്ത്യാസ് ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഐബീരിയ സ്കിൻ ബ്രാൻഡ്സിലും അവൈലബിൾ ആണ്. ഇത് ശരിക്കും നല്ല നറിഷ്മെന്റ്, ഹൈഡ്രേറ്റിംഗ്, പ്രൊട്ടക്ഷൻ ഒക്കെ തരുന്ന നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അങ്ങനെ ഞങ്ങളിതാ ഡ്രസ്സൊക്കെ മാറി റെഡിയായി ഇറങ്ങാൻ പോവാണ്. ഇന്ന് എന്തായാലും കിടക്കാനൊന്നും നിന്നില്ല, കിടക്കാൻ നിന്നാൽ പിന്നെ എണീറ്റ് പോരാൻ മടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് ഇറങ്ങുന്ന സമയത്ത് നല്ല വെയിലാണ് കേട്ടോ. ഒരു 4 മണിയൊക്കെ ആയി കാണും ഞങ്ങൾ ഇറങ്ങുമ്പോൾ. എല്ലാം ഇന്ന് അല്ലറ ചില്ലറ പർച്ചേസുകളാണ്. കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ തൃശ്ശൂർ കുരിയേച്ചിറയിൽ മമ്മിയുടെ അടിയിലേക്കാണ് പോയത് കേട്ടോ. ഇത് ഞങ്ങളുടെ കുഞ്ഞിലേ മുതൽ വരുന്നൊരു കടയാണ്. കുഞ്ഞ് ഷോപ്പായിരുന്നു, ഇപ്പോൾ ഭയങ്കര വൈഡായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ മെയിൻലി വരിക വീട്ടിലിടുന്ന ഡ്രസ്സുകൾ, പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ്, പെറ്റിക്കോട്ട്, അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും ഇവിടുന്ന് വാങ്ങിക്കാറ്. അപ്പോൾ പാച്ചുവിന് ഇന്നർ വെയർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. വീട്ടിലേക്ക് ഇടേണ്ട കുറച്ച് ഡ്രസ്സും വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ നേരെ അടുത്തത് വരുന്നത് മുടി വെട്ടാനായിട്ടാണ് വരുന്നത് കേട്ടോ. ഭയങ്കര കാടൻ്റെ പോലെ ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം മുടി വളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആനുവൽ ഡേയും ബാപ്റ്റിസം ഒക്കെ വരുവാണല്ലോ, അപ്പോഴത്തേക്കും ഒന്ന് ഇപ്പോഴേ വെട്ടിയാലൊന്ന് സെറ്റായി കിടക്കും. അല്ലെങ്കിൽ പരിപാടിയുടെ തലേദിവസം കൊണ്ട് വെട്ടിയ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ പാച്ചുവിനെ പൊതുവേ മുടി വെട്ടാൻ കുറച്ച് നാളായിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ പാർക്കിങ്ങിൽ എത്തിയപ്പോഴേ അവന് മനസ്സിലായി മുടി വെട്ടാനാണെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് കരച്ചിൽ തുടങ്ങി. പക്ഷെ ഇന്ന് വലിയ കുഴപ്പമുണ്ടായില്ല, ജസ്റ്റ് പേടിയാണ്. എന്നാലും കരഞ്ഞ് നിലവിളിക്കാനൊന്നും നിന്നില്ല. എൻ്റെ തോളത്ത് ആദ്യം കുറച്ച് നേരം കിടന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പാപ്പൻ്റെ തോളത്ത് കിടന്നു, പിന്നെ വീണ്ടും എൻ്റെ അടുത്ത് വന്നു, ജസ്റ്റ് അനങ്ങാണ്ട് കിടന്നു കൊടുത്തു. അങ്ങനെ അതുകൊണ്ട് തന്നെ വൃത്തിയിൽ വെട്ടാൻ പറ്റിയിട്ടോ. ഞങ്ങൾ സ്ഥിരം പാച്ചുവിൻ്റെ ഹെയർ കട്ടിന് വരിക അവിടെ ട്രസ് ബ്യൂലാണ്. മിക്കപ്പോഴും ഇവിടെ വന്നിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ആകെ 1-2 തവണ മാത്രമേ വേറെ സ്ഥലത്ത് കട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അന്നൊക്കെ കൊള്ളായിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ ഇവിടെ വന്നിട്ടേ പാച്ചുവിൻ്റെ ഹെയർ കട്ട് ചെയ്യാറുള്ളൂ. കാര്യം നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വന്നാൽ എനിക്കൊരു തൃപ്തിയാണ്. കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അവൻ കരഞ്ഞാലും അല്ലെങ്കിൽ അവന് ഇച്ചിരി ടൈം എടുക്കേണ്ടി വന്നാലും വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ ഓരോന്നും ക്ഷമയിൽ ചെയ്തു തരും. അപ്പോൾ ഞാൻ സ്പൈക്ക് ചെയ്യാവുന്ന രീതിയിൽ അധികം മുടി കുറയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ചെയ്ത് സൈഡിൽ ഗ്രേഡൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. പാച്ചും ഇന്ന് അത്യാവശ്യം കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവൻ്റെ ഇന്നത്തെ ഹെയർ കട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവർ സെറ്റ് ചെയ്യുകയും കൂടി ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് റിലയൻസിലാണ്. അപ്പോഴത്തേക്കും എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി കട്ടൻസിൽ കയറിയിട്ട് എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളോ ചായയോ ഒക്കെ കുടിച്ചിട്ട് റിലയൻസിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. റിലയൻസിലും കാര്യമായിട്ടൊന്നും സാധനങ്ങൾ വാങ്ങിക്കാനില്ല, പക്ഷെ അത്യാവശ്യം 1-2 സാധനങ്ങൾ വാങ്ങിക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കട്ട്ലറ്റും പിന്നെ ഒരു ബ്രെഡിൻ്റെ ഒരു സ്നാക്കും ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചു. ഡാഡി കൊഴുക്കട്ടയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ചായ, 3 ചായ കണ്ടിട്ട് എന്താണെന്ന് വിചാരിക്കേണ്ട, 2 ചായ എനിക്കാണ്. എവിടെ പോയാലും എനിക്ക് 2 ചായ വേണം. എനിക്ക് വയറ് നിറച്ച് ചായ കുടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എനിക്കാണ് 2 ചായ കേട്ടോ. അങ്ങനെ അവിടുന്ന് സ്നാക്സൊക്കെ കഴിച്ച് ഒരു സമാധാനമായി, വിശപ്പൊന്ന് ശാന്തമായിട്ടാണ് ഞങ്ങൾ റിലയൻസിലേക്ക് കടന്നു. അവിടെയും ഞാൻ പെട്ടെന്ന് പോയിട്ട് സാധനങ്ങൾ, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം പോയിട്ട് പിക്ക് ചെയ്തിട്ട് ഇറങ്ങുക ചെയ്തത്. അല്ലാണ്ട് മൊത്തത്തിൽ നോക്കി അങ്ങനെ ഓഫേഴ്സൊന്നും നോക്കി എടുക്കാൻ നിന്നില്ല. ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് പോന്നു.
പിന്നെ പാച്ചുവിനിപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നിങ്ങൾ നോക്കണ്ട കേട്ടോ, ഇത് എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആയിട്ടുള്ളൊരു ചിപ്സാണ്. അവിടുത്തെ ലീസ് പോലത്തെ ഒരു ഐറ്റമാണ്. എനിക്ക് രാത്രി പാതിരാത്രിയൊക്കെ എനിക്ക് ഫോണിൽ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ സിനിമയൊക്കെ കണ്ടിരിക്കുന്ന ശീലമുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഞാൻ ജസ്റ്റ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് വാങ്ങിച്ച് വയ്ക്കുന്ന ഐറ്റമാണ് കേട്ടോ ആ ഒരു ചിപ്സിൻ്റെ പാക്കറ്റ്. അതും പിന്നെ നാളേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമുള്ള 1-2 സാധനങ്ങൾ, പച്ചക്കറി, അങ്ങനത്തെ 1-2 ഐറ്റംസാണ് വാങ്ങിച്ചത്. അവിടുന്ന് പിന്നെ ഞങ്ങളിതാ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ എവിടെയും പോകാനൊന്നുമില്ല. പാച്ചുവിനും ഉച്ചയ്ക്ക് ഉറങ്ങാത്ത കാരണം ഉറക്കമൊക്കെ വന്നു തുടങ്ങി, വിശന്നു തുടങ്ങി. കാര്യം അവിടുന്ന് നമ്മൾ കട്ടൻസിൽ നിന്ന് അവന് ഐസ്ക്രീം വേണമെന്നുണ്ട് ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം അവന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ലേറ്റ് ആവേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളിതാ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ സമയം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ ഏറ്റവും മേളമുള്ള സമയമാണ്. അപ്പോഴാണ് ആലോചിച്ചത് കെയറിലേക്ക് കയറണം. കാരണം ഇനിയിപ്പോൾ ഹോം ഡെലിവറി ഓർഡർ ചെയ്താൽ നാളെ എത്തുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് അത്യാവശ്യമുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി അവൻ്റെ പാൽപ്പൊടി, ക്രീം, അവൻ്റെ മോയ്സ്ചറൈസറുകൾ, ശരിക്കും അവൻ്റെ 2 വീക്സ് കൂടുമ്പോൾ അവിടെ പോയിട്ട് ഒരു വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യലാണ് ഞങ്ങളുടെ ഇന്ത്യൻ ഡിവൈൻ്റെ മെയിൻ പരിപാടി കേട്ടോ. അവിടെ വെച്ച് ഡോൺ ചേട്ടനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ വീണ്ടും ഇനിയിപ്പോൾ വേറെ എവിടെയും സ്റ്റോപ്പൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നല്ല തിരക്കാണ് കേട്ടോ. നമ്മുടെ ഇപ്പോൾ നടത്തറ ഫുൾ ലൈവാണ് ഈ സമയത്തൊക്കെ. മമ്മിയും ഡിവൈനും പിള്ളേരൊക്കെ ഈ സമയത്ത് പുറത്ത് വർത്താനവും കളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മമ്മി ഓടി വന്ന് ഗേറ്റ് തുറന്നു. ഇനിയിപ്പോൾ ഞങ്ങളും കൂടി ചെന്നാൽ 3 പിള്ളേരും കൂടിയ നല്ല മേളാണ് വീട്ടിൽ. ഒന്നിനും സമയം കിട്ടില്ല. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല തിരക്കായിട്ടോ. ഇന്ന് ഡിന്നർ ഡിവൈൻ്റെ വകയായിരുന്നു. ഞാൻ പിള്ളേരെ നോക്കിയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നല്ല മേളാണ്, നിങ്ങൾക്കറിയാമല്ലോ, ഭയങ്കര മേളമായിരുന്നു 3 ആളും കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എന്താ കുളിക്കാൻ പോകണുള്ളൂ, സമയം ഓൾറെഡി 10:30 കുളിക്കാൻ പോകണുള്ളൂ. പാച്ചുവിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവിടെ അപ്പാപ്പൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എന്താ പറയുക, ഒന്ന് ഫ്രഷായി കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പാച്ചുവിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. ഞാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇത് വേറൊന്നുമല്ല കേട്ടോ, ഞാൻ ഇപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് റോസ് വാട്ടർ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും കുളി കഴിഞ്ഞ് വന്നാൽ. അതിന് ശേഷമാണ് ഞാൻ എന്തെങ്കിലും ഇപ്പോൾ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്ക് ചെയ്യാനുണ്ടെങ്കിലോ ഒക്കെ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഈ റോസ് വാട്ടറൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ നൈറ്റിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ കിടന്നുറങ്ങും. ലിപ് ബാമും എനിക്ക് മസ്റ്റാണ് കേട്ടോ. ലിപ്പ് അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഡ്രൈ ആവുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിപ് ബാമും ഞാൻ യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ ശരിക്കും. അപ്പോൾ എന്തായാലും ഞാനിനി എഡിറ്റിംഗ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ഞാൻ കുടിച്ച് വരുമ്പോഴത്തേക്കും പാച്ചു നല്ല ഉറക്കമായി. പിന്നെ ഞാൻ മിക്കവാറും തലേ ദിവസം പാച്ചുവിൻ്റെ ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെക്കട്ടെ. അവനെന്നും ഞാൻ എക്സ്ട്രാ ഡ്രസ്സ് ഒക്കെ കൊടുത്തയക്കും. മിക്കവാറും അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് കുട്ടപ്പനായിട്ടാണ് തിരിച്ചു വരിക. അപ്പോൾ ഡ്രസ്സും ബാക്കി ടർക്കി കാര്യങ്ങളൊക്കെ ഞാനതിൽ തലേ ദിവസം തന്നെ എടുത്തേക്കും. കാരണം പിറ്റേ ദിവസം ഇനി ഡിലേ ആവണ്ടെന്ന് വെച്ചിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഇതേ ചെയ്ത് വെച്ചു. നാളെയുള്ള ഡ്രസ്സ് ഇതേ അഴക്കയിലിട്ട് വെച്ചു. പിന്നെന്താ ഫ്ലാസ്ക് പരിപാടികളൊക്കെ ഇതേ നിറച്ച് റെഡിയാക്കി. ഇപ്പോൾ പാലൊന്നും കുടിക്കലില്ല രാത്രി, എന്നാലും എടുത്ത് വെച്ച് സെറ്റ് ചെയ്യാത്ത ദിവസമായിരിക്കും ചിലപ്പോൾ ആവശ്യം വരിക. അപ്പോൾ അതുകൊണ്ട് സെറ്റ് ചെയ്ത് വെക്കൽ ഞാനൊക്കെ വെക്കും. ഇപ്പം ഞാൻ എന്തേ കുളിച്ച് വരുന്ന ഗ്യാപ്പിൽ അവൻ അവിടെ കിടന്ന് ഉറങ്ങി. ഇനിയിപ്പം ചിലപ്പോൾ ഒരു ഉറക്കം കഴിഞ്ഞാൽ എണീറ്റ് ഇങ്ങോട്ട് പോരും, അല്ലെങ്കിൽ അവിടെ കിടന്നാൽ സന്തോഷമായി. അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ എഡിറ്റിങ്ങും ബാക്കി പരിപാടികളൊക്കെ ഒന്ന് തീർക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഓർത്തത് ഒരുപാട് സാധനങ്ങൾ ഇനി പാക്ക് ചെയ്യാനുണ്ട്, നാളത്തേക്ക് വെച്ച് ഇനി ലേറ്റായി പോകും. അപ്പോൾ കയ്യോടെ അതും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ വാട്സപ്പിൽ ചുമ്മാ സ്റ്റാറ്റസ് ഇട്ടതാണ്, വിഷുവൊക്കെ അല്ലേ വരണേ. അപ്പോൾ ആൻറ്റിക് ഓർണമെൻറ്റ്സിന് ഇന്നത്തെ ഒരു ദിവസം ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഡേഴ്സ് ഇന്നൊരു അത്യാവശ്യം നല്ല ഓർഡേഴ്സ് ഇന്നുണ്ടായിരുന്നു ആൻറ്റിക് ഓർണമെൻറ്റ്സിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെയും കൂടി നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്, അതെല്ലാം ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇന്ന് സാരിയുടെ കുറച്ച് പുതിയ സ്റ്റോക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഹോളി കമ്മ്യൂണിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ സോഫ്റ്റ് സിൽക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇതാ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തു. എൻ്റെ ഇവിടുത്തെ നീര് കുറച്ചും കൂടി മാറാനുണ്ട് കേട്ടോ. എന്നാലും ഒരു പരിധി വരെ ഒരു 95% നീരൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഒരു ഇവിടെ എനിക്കൊരു പിടുത്തമുണ്ട്. ഇപ്പോഴും വായ അങ്ങോട്ട് മുഴുവനായിട്ട് ഓപ്പൺ ചെയ്യാൻ
എന്തോ പറ്റുന്നില്ല എനിക്ക്. അപ്പോൾ അത് ഡോക്ടറുടെ ടൈം എടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നല്ല നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ലിപ് ബാം ഒന്നുമില്ല, നമ്മുടെ സാധാരണ പ്ലെയിൻ ഒരു ലിപ് ബാമാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. മമ്മിയോടെ വോയിസ് ഓവർ കൊടുക്കുന്ന ശബ്ദം കേട്ടോ കേൾക്കണേ. എന്നെ റൂമിൽ കയറ്റി എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ ഇനി റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്നുറപ്പ് വരുത്തിയിട്ടാണ് മമ്മിയുടെ എഡിറ്റിങ്ങും മമ്മിയുടെ വോയിസ് ഓവറും കൊടുക്കലിലൊക്കെ നിൽക്കുക. അപ്പോൾ അതാണ് അവിടെ ശബ്ദം കേൾക്കുന്നത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പാച്ചു അപ്പുറത്ത് നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ ഓർത്തു അവനവിടെ കിടക്കട്ടെ എന്ന് ഓർത്തു. കാരണം എനിക്കും ഉണ്ടായിരുന്നു അവനൊന്ന് എന്നുള്ളത് കുറച്ചൊന്ന് ഞാൻ വേണം എന്നുള്ള നിർബന്ധം കുറച്ചൊന്നും ഇനി മാറണം എന്ന് എനിക്ക് തോന്നി. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടി വന്നാൽ അതൊരു പ്രശ്നമാവരുത് വെച്ചിട്ട് ഞാൻ പേർപ്പസ്ഫുള്ളി ഞാൻ പതുക്കെ അവനെ ഞാനില്ലെങ്കിലും അഡ്ജസ്റ്റ് ആവാവുന്ന രീതിയിൽ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് ഇന്നിപ്പോൾ ഇതേ സെക്കൻഡ് ഡേ ആയിട്ടുള്ളൂ. ഇന്നലെ ഒരു 4 മണി ആയപ്പോഴത്തേക്കും കരഞ്ഞിട്ട് വന്നു. എന്നിട്ട് കരഞ്ഞിട്ട് വന്ന് ഞാനിവിടെ ഉണ്ടെന്ന് കണ്ടപ്പോൾ വീണ്ടും അവിടെ തന്നെ പോയി കിടന്നുറങ്ങി. എൻ്റെ അടുത്ത് കിടന്നില്ല. അമ്മാനെ ചോദിച്ചു കരഞ്ഞു. വീണ്ടും ഞാനിവിടെ ഉറങ്ങണത് വന്നു. അമ്മ വിളിച്ച് ഞാൻ എണീറ്റ് ഞാൻ എടുക്കാൻ നിന്നപ്പോൾ വേണ്ട അപ്പാപ്പൻ്റെ കൂടെ ഉറങ്ങാൻ വേണ്ടിട്ട് പോയി. അപ്പോൾ ഇന്ന് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു, ചെറിയൊരു വ്ളോഗ്, സിമ്പിൾ വ്ളോഗ്. പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മുടെ ഡെയിലി ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു. പിന്നെ നമ്മുടെ ആ Q&A ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ നാളെ പറ്റിയെങ്കിൽ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വർത്തമാനം പറയാനൊക്കെ ഓക്കെ ആണല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മമ്മിക്കും വേറെ നാളെ തിരക്കൊന്നുമില്ലെങ്കിൽ നാളെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ദൈവം സഹായിച്ച് ഞാൻ മറ്റേ ഡയറിയിലെന്ന് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പ്രശ്നമില്ല, സംഭവങ്ങളൊക്കെ റെഡിയാണ്. വീഡിയോ എടുക്കാനുള്ളൊരു ടൈം കിട്ടിയാൽ മതി. അപ്പോൾ എന്തായാലും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം ഒരുപാട് നല്ല റെലവൻ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ട് ശരിക്കും നെക്സ്റ്റ് ഡേ ഷൂട്ട് ചെയ്തൊരു സംഭവമാണ്. പിന്നെ അത് നിർഭാഗ്യവശാൽ ഡിലീറ്റ് ആയി പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പം നാളെ എന്ത് തന്നെ ആയാലും ഷൂട്ട് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. സൊസൈറ്റിക്കും പറ്റിയെങ്കിൽ, അതായത് നമുക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും ന്യൂസിലും അല്ലെങ്കിൽ മറ്റു കുടുംബങ്ങളിലും കാണുമ്പോൾ നമുക്ക് ഞങ്ങളുടേതായ ഒരു അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ പലതരം കാര്യങ്ങളിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ പാരൻറ്റിങ്ങിനെ കുറിച്ചാണെങ്കിലും പെൺകുട്ടികളുടെ ലൈഫിനെ കുറിച്ചാണെങ്കിലും ഒരുപാട് കോൺട്രവേഴ്സീസും കുറേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് പറയാൻ പറ്റുന്ന ഒരുപാട് അങ്ങനത്തെ റെലവൻ്റ് ആയിട്ടുള്ള കുറേ നല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ തോട്ട്സ് നിങ്ങളിലേക്കും ഷെയർ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം ആ ഒരു വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. നാളെ സമയം കിട്ടിയാൽ തീർച്ചയായിട്ടും ഷൂട്ട് ചെയ്ത് മറ്റന്നാൾ അപ്ലോഡ് ചെയ്യും എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്.